ഈ ലാപ്ടോപ്പിന്റെ സൈഡിൽ ഫോൺ ഒന്ന് മുട്ടിയാൽ ഓട്ടോമാറ്റിക്കലി ഫോണിന്റെ ഗാലറി ഇവിടെ എത്തും, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാം. എന്തിന് പണിയെടുക്കുമ്പോൾ ആരെങ്കിലും സൂത്രത്തിൽ എത്തി നോക്കിയാൽ ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേ ബ്ലർ ആവും. എവണ്ടൻ ഡിസ്പ്ലേയും ടച്ച് സ്ക്രീനും കിഡ്ലൻ എ പെർഫോമൻസും ഉള്ള ഈ ലാപ്ടോപ്പാണ് ലെനോവോ യോഗ സ്ലിം 7i ഓറ എഡിഷൻ ഇമാജിൻഡ് ബൈ ഇന്റൽ. യെസ്, ലെനോവോയുടെയും ഇന്റലിന്റെയും കൊളാബറേഷനിലാണ് ഈ ഡിവൈസ് ഉണ്ടായിരിക്കുന്നതും ഈ വീഡിയോ ചെയ്യുന്നതും. സോ എന്താണ് ഈ ഓറ എഡിഷൻ? ഇപ്പൊ മനസ്സിലാക്കി തരാം. പേര് പോലെ ഡിവൈസ് സ്ലിം ആണ്, അലുമിനിയം ടോപ്പ്, അലുമിനിയം ബോട്ടം. റൈറ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഈ ഷട്ടർ സ്വിച്ച്, പവർ ബട്ടൺ, ടൈപ്പ് സി തണ്ടർബോൾട്ട് 4 പോർട്ട്, USB-A 5 Gbps പോർട്ട്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് HDMI പോർട്ട്, വീണ്ടും ഒരു ടൈപ്പ് സി തണ്ടർബോൾട്ട് 4 പോർട്ട്, ഒരു 3.5mm ഹെഡ്ഫോൺ മൈക്രോഫോൺ കോംബോ ജാക്ക്. മുകളിൽ ഫുൾ HD 1080p IR ക്യാമറ വിത്ത് ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ. യെസ്, സീറോ ടച്ച് ലോഗിൻ ലോക്ക്. അതായത് നിങ്ങളുടെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ലോഗിൻ ആവുകയും നിങ്ങൾ മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി ലോക്ക് ആവുകയും ചെയ്യും. കൂടെ ഒരു കിഡ്ലൻ ബാക്ക്ലിറ്റ് കീബോർഡ്, റബ്ബറൈസ്ഡ് എന്നൊരു മാറ്റ് ടെക്സ്ചർ. സോ ഓറ എഡിഷന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് നോക്കാം. F11 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മാർട്ട് ഷെയർ ഓപ്പൺ ആവും. ബേസിക്കലി ഇന്റൽ യൂണിസൺ ആപ്പ് നിങ്ങളുടെ ലാപ്ടോപ്പിലും അതേപോലെ ആൻഡ്രോയിഡ് ഫോണിലോ ഐഫോണിലോ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ജസ്റ്റ് ഫോൺ ഒന്ന് സ്ക്രീനിന്റെ സൈഡിലേക്ക് ടാപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോണിലുള്ള ഗാലറി എല്ലാം ലാപ്ടോപ്പിലേക്ക് വരികയും സുഖമായിട്ട് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുകയും ചെയ്യാം. സോ പെട്ടെന്ന് നിങ്ങൾ ഫോണിൽ ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോഷോപ്പിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ ടാപ്പ് ചെയ്യുക, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യുക, യൂസ് ചെയ്യുക. ഈവൻ ലാപ്ടോപ്പിനകത്ത് നിങ്ങൾ ചെയ്യുന്ന സാധനം ഫോണിലേക്കും തിരിച്ച് ഇതേപോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് സ്മാർട്ട് ഷെയർ. ഇനി F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മാർട്ട് മോഡ്സ് കിട്ടും. നിങ്ങൾ ഏതൊക്കെ ആപ്ലിക്കേഷൻ എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്ന് നിങ്ങളുടെ ലാപ്ടോപ്പ് AI യൂസ് ചെയ്ത് കണ്ടുപിടിച്ച് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് വേണ്ട മോഡുകൾ ചൂസ് ചെയ്ത് തരും. ലെനോവോ വാൻറ്റേജ് ആപ്പ് വഴി വേണമെങ്കിൽ നിങ്ങൾക്ക് മാനുവലിയും ചൂസ് ചെയ്യാം. നിങ്ങളൊരു ടാസ്ക് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വന്ന് നിങ്ങൾ ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ് ആ ഒരു ടാസ്കിൽ നിന്നും. ആ നോട്ടിഫിക്കേഷനിൽ സപ്പോസ് ഒരു യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുന്നു, നിങ്ങളത് കണ്ടിരിക്കുന്നു, നിങ്ങളുടെ പണി തീരില്ല. പക്ഷേ അറ്റൻഷൻ മോഡിലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ നോട്ടിഫിക്കേഷൻസ് ബ്ലോക്ക് ആവുമെന്ന് മാത്രമല്ല നിങ്ങൾക്ക് ചില ഡൊമൈനുകളെല്ലാം റെസ്ട്രിക്ട് ചെയ്ത് വെക്കാം. ബേസിക്കലി അറ്റൻഷൻ മോഡിലിരിക്കുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള ലിങ്കുകളൊക്കെ ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ബ്ലോക്ക് ആവും. ഏതൊക്കെ ഡൊമൈനുകൾ അല്ലെങ്കിൽ ഏതൊക്കെ സൈറ്റുകൾ ബ്ലോക്ക് ആക്കണം എന്ന് നിങ്ങൾക്ക് മാനുവലി സെറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സാധിക്കും. രണ്ടാമത് ഷീൽഡ് മോഡ്. നിങ്ങൾ വളരെ സെൻസിറ്റീവ് ആയിട്ടും ക്രിട്ടിക്കൽ ആയിട്ടുമുള്ള ടാസ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും സൈഡിൽ നിന്നും ഇത് നോക്കാനായിട്ട് വരുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഒരാൾ നോക്കുന്നുണ്ട് എന്നുള്ള അലർട്ടുകൾ തരാനും, അലർട്ട് മാത്രമല്ല നോക്കുന്ന സമയത്ത് ഡിസ്പ്ലേയിൽ ഉള്ളത് കാണാതിരിക്കാൻ ഓട്ടോമാറ്റിക്കലി ഡിസ്പ്ലേ ബ്ലർ ചെയ്യാനായിട്ടും ഈ ഒരു മോഡിലൂടെ സാധിക്കും. ഈവൻ നെറ്റ്വർക്കുകളിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് VPN ഓൺ ആക്കാനുള്ള പ്രോംപ്റ്റുകളും നിങ്ങൾക്ക് തരും. സോ നിങ്ങൾ മറ്റ് ടീം മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ എന്തായാലും മീറ്റിങ്ങുകൾ കൂടും, വീഡിയോ കോളുകൾ ചെയ്യും. ആ സമയത്ത് നിങ്ങളുടെ വീഡിയോ കോളുകളെ കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് AI-യുടെ സഹായത്തോടു കൂടി എൻഹാൻസ് ചെയ്യാനും കുറച്ചുകൂടി നല്ല ലോ ലൈറ്റ് പെർഫോമൻസ് എല്ലാം തരാൻ വേണ്ടിയാണ് ഈ ഒരു മോഡ്. ആൻഡ് ഫൈനലി വെൽനസ് മോഡ്. ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കണ്ണിന് അധികം സ്ട്രെയിൻ വരാതിരിക്കാനായിട്ട് ഓരോ 20 മിനിറ്റും നിങ്ങൾ 20 ഫീറ്റ് ദൂരെയുള്ള ഒരു സാധനം 20 സെക്കൻഡിലേക്ക് നോക്കണം എന്ന് പറയാറുണ്ട്. സോ ഇത്തരത്തിൽ നിങ്ങളെ വോൺ ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ ഇത്ര നേരം നോക്കുന്നുണ്ട്, ഇനി കുറച്ച് നേരം നിങ്ങളുടെ ഐക്ക് ബ്രേക്ക് എടുക്കൂ എന്ന്. ബേസിക്കലി നിങ്ങളുടെ ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസറും ക്യാമറയും ഒക്കെ വെച്ചാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. ഈവൻ നിങ്ങൾ ഇരിക്കുന്ന പോസ്ചർ വരെ കണ്ടുപിടിച്ച് നിങ്ങളുടെ പോസ്ചർ കറക്റ്റ് ആണോ, നിങ്ങൾ മുന്നിലേക്ക് ലീൻ ചെയ്താണോ, നിങ്ങൾ വളരെ അടുത്താണോ ദൂരെയാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം നോക്കി നിങ്ങളെ വാൺ ചെയ്യുകയും നിങ്ങളുടെ പോസ്ചർ ബെറ്റർ ആക്കാനും ഈ ഒരു വെൽനസ് മോഡ് സഹായിക്കും. ഇനി നിങ്ങൾ പാതിരാത്രി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പണി എടുത്തുകൊണ്ടിരിക്കുകയാണ്, ആ സമയത്താണ് നിങ്ങൾക്ക് സിസ്റ്റമിൽ എന്തോ ഒരു ഇഷ്യൂ തോന്നിയത്, നിങ്ങൾക്ക് ഹെൽപ്പ് വേണം എന്നുണ്ടെങ്കിൽ സ്മാർട്ട് കെയർ എന്ന് പറയുന്ന മോഡും കൂടിയുണ്ട്. നിങ്ങൾക്ക് ഏത് സമയത്തും ഡയറക്റ്റ് ആയിട്ട് ലെനോവോയുടെ ഒരാളായിട്ട് ഏജന്റായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് ചാറ്റ് ചെയ്ത് അപ്പോൾ തന്നെ എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരിക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരാൾ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് നിങ്ങളുടെ കാര്യങ്ങൾ റിസോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. ഈവൻ കോമൺ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ലെന ചാറ്റ് ബോട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓറ എഡിഷൻ എന്ന് പറയുന്നതിന്റെ ഒരു സെറ്റ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. ബട്ട് ഈ ഫീച്ചേഴ്സ് മാത്രം ഉണ്ടായാൽ പോരാ, ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹാർഡ്വെയറും കൂടി വേണം. ആ ഒരു സ്ഥലത്താണ് നമ്മുടെ ഇന്റൽ സഹായിക്കുന്നത്. ഇതിനകത്തുള്ളത് ഇന്റൽ കോർ അൾട്രാ സീരീസിലുള്ള സെക്കൻഡ് ജനറേഷൻ പ്രോസസ്സേഴ്സ് ആണ്. യെസ്, ലൂണാർ ലേക്ക് എന്ന് പറഞ്ഞ സീരീസിലുള്ള പ്രോസസ്സേഴ്സ് ആണ്. ആൻഡ് ഇത് പവേർഡ് ബൈ ഇന്റൽ ഈവോ ആണ്. ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള NPU 48 ടോപ്സിന്റെ ഒരു AI പെർഫോമൻസ് ആണ് ഇതിനകത്തുള്ള NPU തരുന്നത്. ഈവൻ ഉണ്ടാക്കിയിരിക്കുന്ന PCB ഇതൊരു 1 സൈഡഡ് PCB ആണ് 3 മില്ലിമീറ്ററിന്റെ. സോ തിന്നായിട്ടുള്ള PCB ആയതുകൊണ്ട് തന്നെ ലാപ്ടോപ്പ് തിന്നായി. പക്ഷേ തിന്നായതുകൊണ്ട് പെർഫോമൻസ് ലഭിക്കില്ല എന്ന് വിചാരിക്കരുത്. 30 വാട്ടിന്റെ TDP ആണ്. സോ പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസും ഈ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള AI കോർ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് AI പെർഫോമൻസ് കൂട്ടുമെന്ന് മാത്രമല്ല നിങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്റ്റഡി ചെയ്ത് ഈ ഒരു പവർ മാനേജ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി ലോങ്ങർ ലാസ്റ്റിംഗ് ബാറ്ററി ലൈഫ് കിട്ടും. ആൻഡ് ഈവൻ ഡിവൈസ് കുറച്ചുകൂടെ കൂളർ ആയിരിക്കും. അതുകൊണ്ട്
ആയതുകൊണ്ട് തന്നെ ഫാനിൻ്റെ ഓപ്പറേഷനും കുറച്ചുകൂടെ കുറവ് മതി. ലെസ് ദാൻ 17 dBയുടെ ഒരു സൗണ്ട് മാത്രമേ വരുള്ളൂ. സോ സൈലന്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ്. സോ നെക്സ്റ്റ് ജനറേഷൻ CPU-യും NPU-യും മാത്രമല്ല, ഇതിനകത്ത് ബിൽട്ടിൻ ആയിട്ടുള്ള ഇന്റൽ ആർക്ക് ഗ്രാഫിക്സ് ആണ്. 50% കുറച്ചുകൂടി ബെറ്റർ ഗ്രാഫിക്സ് പെർഫോമൻസ് തരും. നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിനകത്ത് വീഡിയോ എഡിറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റും, ഈവൻ ഫോട്ടോഷോപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ ക്രിയേറ്റീവ് വർക്കുകൾക്കെല്ലാം വളരെയധികം യൂസ്ഫുൾ ആണിത്. ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്ന സമയത്ത് പോലും ഫോട്ടോഷോപ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള AI പെർഫോമൻസും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് ബിൽറ്റ് ഇൻ AI ഈസ് വെരി പവർഫുൾ. ഇനി എയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇത് ഒരു കോപൈലറ്റ് പ്ലസ് PCയും കൂടെയാണ്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കോപൈലറ്റ് കീയും നിങ്ങൾക്ക് ഇത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് അറിയായിരിക്കും കോപൈലറ്റ് എന്ന് പറയുന്നത് ഒരു AI ആണ്. ആൻഡ് അതിനോട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. എനിക്കൊരു വീഡിയോയുടെ സ്ക്രിപ്റ്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് ചെയ്ത് തരും. ഇമേജ് ജനറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജനറേറ്റ് ചെയ്ത് തരും. നിങ്ങൾക്ക് വേണ്ട സകലമാന കാര്യങ്ങളും AIയുടെ സഹായത്തോടു കൂടി കോപൈലറ്റിന്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. 15.3 ഇഞ്ചിന്റെ ലാപ്ടോപ്പാണ്. 15.3 ഇഞ്ചിന്റെ ഒരു വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇനി ഒരു പ്യുവർ സൈറ്റ് ഡിസ്പ്ലേ എന്നാണ് പറയുന്നത്. ബേസിക്കലി ഇതൊരു 2.8K റെസൊല്യൂഷൻ ഉള്ള 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ആണ്. ഇത് രണ്ട് ടെക്നോളജിയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് IPS LCD ഡിസ്പ്ലേയിലും വരുന്നുണ്ട്, OLED ഡിസ്പ്ലേയിലും വരുന്നുണ്ട്. IPS LCD വെർഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 100% sRGB ഉണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ടച്ച് സ്ക്രീനിന്റെ സപ്പോർട്ടും കൂടെ ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിനകത്ത് ടച്ച് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈവൻ ബ്രൈറ്റ്നസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും 500 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ് ആണ്. ഫോർ എ ലാപ്ടോപ്പ് അത് നല്ലൊരു ബ്രൈറ്റ്നസ് ആണ്. ഞാൻ ഇത്തരത്തിലുള്ള ഒരു സ്പീക്കർ സെറ്റപ്പ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. 4 സ്പീക്കേഴ്സ് ഇതിനകത്തുണ്ട്, 2 വൂഫർ, 2 ട്വീറ്റർ. വൂഫർ ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ല ബേസ് കിട്ടും. ട്വീറ്റേഴ്സ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് നല്ല ട്രെബിൾസും കിട്ടും. ആൻഡ് ഓഡിയോ ക്വാളിറ്റി അടിപൊളിയാണ്. ഈവൻ ഡോൾബി അറ്റ്മോസിന്റെ സപ്പോർട്ടും കൂടി ഉണ്ട്. സോ ഡിസ്പ്ലേ അടിപൊളിയാണ്, സ്പീക്കേഴ്സ് അടിപൊളിയാണ്. ആൻഡ് ഈവൻ മൈക്രോഫോൺ ക്വാഡ് മൈക്രോഫോൺ അറയാണ്. കോൾ ചെയ്യുന്ന സമയത്ത് പോലും കിഡ്ലൻ കോൾ ക്വാളിറ്റിയും ലഭിക്കുന്നുണ്ട്. ആൻഡ് ഫ്രണ്ടിൽ ഫുൾ HD 1080p IR ക്യാമറയാണ് വരുന്നത് വിത്ത് ടൈം ഓഫ് ഫ്ലൈറ്റ് സെൻസർ. ഒരു വീഡിയോ സാമ്പിൾ കാണിച്ചു തരാം. വീഡിയോ കോൾസ് ഒക്കെ ചെയ്യുമ്പോൾ, ഓൺലൈൻ മീറ്റിംഗ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഏകദേശം ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ക്വാളിറ്റിയും ഇത്തരത്തിലുള്ള ഒരു ഓഡിയോ ക്വാളിറ്റി ആയിരിക്കും ലഭിക്കുന്നത്. സോ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഓഡിയോയുടെ ക്വാളിറ്റി എങ്ങനെയുണ്ട് എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് കേട്ടിട്ട് മനസ്സിലാക്കാം. ഇതിലുപരി ഇതിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഒരു ആംബിയന്റ് ലൈറ്റ് സെൻസറും കൊടുത്തിട്ടുണ്ട്. ഈ ലാപ്ടോപ്പ് മേടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2 മാസത്തെ അഡോബി ക്രിയേറ്റീവ് ക്ലൗഡിന്റെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇനി ഞാൻ ഉപയോഗിച്ച എൻ്റെ എക്സ്പീരിയൻസിൽ ഒരു കാര്യം എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. ഈ ഡിവൈസിന്റെ ബാറ്ററി ലൈഫ്. ഇത്ര സ്ലിം ആയിട്ടുള്ള ഡിവൈസിൽ ഒരു ദിവസത്തിൽ കൂടുതൽ ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് എന്നുള്ളത് റിയലി ഇംപ്രസീവ്. അവരുടെ പുതിയ ലിഥിയം പോളിമർ 70 വാട്ട് അവറിന്റെ ബാറ്ററി ഉള്ളത് കൊണ്ടായിരിക്കാം ഇത്തരത്തിൽ നല്ല പെർഫോമൻസ് കിട്ടുന്നത്. ഈവൻ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടെ 65 വാട്ടിന്റെ ഒരു ടൈപ്പ് C PD ചാർജറാണ് വരുന്നത്. സോ ഓവറോൾ നിങ്ങൾ എന്നോട് ചോദിക്കുവാണെങ്കിൽ ഒരു പ്രീമിയം ലാപ്ടോപ്പ് വിത്ത് പ്രീമിയം ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വേണം. കിഡിലൻ ബാറ്ററി ലൈഫ് ഉള്ള, കിഡിലൻ ഡിസ്പ്ലേ ഉള്ള, ടച്ച് സ്ക്രീൻ ഉള്ള, നല്ല പെർഫോമൻസ് ഉള്ള, നല്ല ചിപ്സെറ്റ് ഉള്ള, അധികം ഹീറ്റ് ആവാത്ത ഇന്റലിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോർ അൾട്രാ സീരീസ് 2nd ജനറേഷൻ പ്രോസസ്സേഴ്സ് ഉള്ള AI കോർ ഉള്ള, ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു പ്രീമിയം ലാപ്ടോപ്പ് വേണമെന്ന് ചോദിച്ചാൽ ഈ ഒരു ലാപ്ടോപ്പ് ഡെഫിനറ്റ്ലി റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ പ്രൈസ് വരുന്ന ഏകദേശം 1,49,900 ആണ്. പക്ഷേ പുതിയ ലാപ്ടോപ്പ് ആയതുകൊണ്ട് ഇൻട്രൊഡക്ടറി ഓഫേഴ്സ് ഒരുപാടുണ്ട്. 10,000 റുപ്പീസിന്റെ ക്യാഷ് ബാക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ പഴയ ലാപ്ടോപ്പ് കൊണ്ടുപോയി കൊടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് 25,000 റുപ്പീസിന്റെ ഒരു എക്സ്ചേഞ്ച് ഓഫറും കൂടെ ലഭിക്കുന്നുണ്ട്. ആൻഡ് നോ കോസ്റ്റ് EMI നോക്കുവാണെങ്കിൽ 24 മാസത്തേക്കുള്ള നോ കോസ്റ്റ് EMI കൂടെ വരുന്നുണ്ട്. സോ എഫക്റ്റീവ്ലി നോക്കുവാണെങ്കിൽ ഇത്രയും നല്ലൊരു ലാപ്ടോപ്പ് നിങ്ങൾക്ക് കുറച്ചുകൂടി അഫോർഡബിൾ പ്രൈസിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റുന്നുണ്ട്. Lenovo.com പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ലാപ്ടോപ്പ് മാത്രമല്ല, ലെനോവോയുടെ എല്ലാ സീരീസ് ലാപ്ടോപ്പുകളും അവിടെ കാണാനായിട്ട് പറ്റും. ഈവൻ നിങ്ങൾക്കൊരു PC കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇത്രയും പൈസ മുടക്കി നിങ്ങൾ ഈ ലാപ്ടോപ്പ് മേടിച്ചിട്ട് ഇതിനെന്തെങ്കിലും പറ്റിയാലോ എന്നുള്ള പേടിയും വേണ്ട. ഡിവൈസ് ഓൾറെഡി ആക്സിഡന്റൽ ഡാമേജ് പ്രൊട്ടക്ഷനോട് കൂടിയാണ് വരുന്നത്. സോ നിങ്ങൾ അതിനെക്കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും കൂടുതൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണമെങ്കിൽ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ആൻഡ് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന തുടർച്ചയുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.